വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത KCYMന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടക്കുന്ന 48 മണിക്കൂർ ഉപവാസ സമരം രണ്ടാം ദിവസം പിന്നിടുന്നു. KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാംകുളം, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അലക്സ് തോമസ് എന്നിവരാണ് ഉപവാസ സമരം നയിക്കുന്നത്. സമരം നാളെ അവസാനിക്കും. ജില്ലയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയും മനുഷ്യജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത KCYM പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് KCYM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടത്തുന്ന 48 മണിക്കൂർ ഉപവാസ സമരം രണ്ടാം ദിവസം പിന്നിടുകയാണ്. KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാംകുളം, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അലക്സ് തോമസ് എന്നിവരാണ് ഉപവാസ സമരം നയിക്കുന്നത്. മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചർക്കിലും ഉപവാസ സമരവുമായി സമരപ്പന്തലിലുണ്ട്. തുടർ സമരങ്ങളിലേക്ക് നയിക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്ന് KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാംകുളം പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങൾ വന്യമൃഗ ഭീഷണിയിൽ ഒരുപാട് ദുഷ്കരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ KCYM ഇടുക്കി രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇടപെടേണ്ട അനിവാര്യമായ വിഷയം തന്നെയാണ്. ഒരുപാട് വിഷയങ്ങളിലൂന്നി സർക്കാരിന് മുൻപിലേക്ക് ഇത്തരം കാര്യകാരണങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ കാരണങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു മറുപടി ഉറപ്പായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു സമരം 48 മണിക്കൂർ നിരാഹാരമാണെങ്കിലും ഈ 48 മണിക്കൂറും ഇടുക്കിയിലെ യുവജനങ്ങളുടെ മൊത്തം പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം തന്നെയാണ്. ഈ പ്രതിഷേധം ഇനിയും തുടരാൻ ഞങ്ങളെ വീണ്ടും നിർബന്ധിക്കരുത്. ഇടുക്കിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമാധാനത്തോടെ സ്വന്തം കൃഷിയിടത്തിലെങ്കിലും പോകാൻ ഉള്ളൊരവസ്ഥയിലേക്ക് ഇടുക്കിയിലെ മൊത്തം സാഹചര്യത്തെയും മാറ്റണമെന്ന് ഇടുക്കി രൂപത KCYMന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അറിയിക്കുകയാണ്. ഇടുക്കി രൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ മോൻ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തായിരുന്നു സമരത്തിന് തുടക്കം കുറിച്ചത്. സമരം നാളെ അവസാനിക്കും. അഡ്വക്കേറ്റ് കുര്യാക്കോസ് MP സമരത്തിന് പിന്തുണയറിയിച്ച് സമരപന്തലിലെത്തിയിരുന്നു. സമാന വിഷയത്തിൽ സമരപാതയിലുള്ളവർ KCYMന്റെ സമരത്തിന് പിന്തുണയറിയിച്ച് അടിമാലിയിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 12 ജീവനുകളാണ്. ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വവും വന്യമൃഗശല്യത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഭീകര അന്തരീക്ഷവും മാറ്റണം. ഇനിയും വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാവരുതെന്നും KCYM സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.